ആശാൻ. എനിക്ക് ഈ സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനൊരു കട്ട ജോമോൻ ജ്യോതിർ ഫാനാണ്. ഒന്ന് എൻ്റെ ഒരു നാട്ടുകാരനാണ്, തിരുവനന്തപുരത്തുകാരനാണ്. എക്സാക്ട്ലി ആൾ എവിടുത്തെ ഏത് ലൊക്കേഷനിൽ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ആളിനെ ഞാൻ പലപ്പോഴും ആറ്റിങ്ങിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും കണ്ടപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ കണ്ടതാണ്, ഇദ്ദേഹം ഒരു ഗംഭീര ആക്ടറാവും, ഒരു നായകനായിട്ടൊക്കെ ഉള്ള സ്കോപ്പ് പുള്ളിക്ക് ഉണ്ടെന്ന് എനിക്ക് എൻ്റെ എവിടെയൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ എനിക്കിങ്ങനെ തോന്നിയിരുന്നു. എന്തായാലും ഈ സിനിമയ്ക്കകത്ത് ആ എൻട്രി ജോമോൻ ജ്യോതിറിന് ഒരു ടൈലർ മെയ്ഡ് ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി തുടക്കത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ തന്നെ അത് രജിസ്റ്ററായി. അദ്ദേഹം ചെയ്യുന്ന കോമഡികളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു എളിമയുണ്ട്, ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കത്വം. അത് ഭയങ്കര സംഭവമാണ്. അതിലൂടെ കോമഡിയും കൂടെ കയറി വരുമ്പോഴത്തേക്ക് അത് വളരെ അപൂർവം നടന്മാർക്ക് മാത്രമേ ആ ഒരു നിഷ്കളങ്കത വെച്ചുകൊണ്ടുള്ളൊരു കോമഡി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന് എന്തായാലും മലയാള സിനിമയിൽ ജോമോൻ ജ്യോതിർ തന്നെ ആയിരിക്കും. അദ്ദേഹം ഏത് കോമഡി ചെയ്താലും അവിടെയൊക്കെ നമുക്ക് ആ ഒരു നിഷ്കളങ്കത ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ അത് അങ്ങോട്ട് രജിസ്റ്ററായി. പിന്നെ സിനിമ തുടങ്ങുന്നത്, ഇത് ശരിക്കും ഒരു പക്ക റൈറ്റർ ഡയറക്ടർ മൂവിയാണ്. ജോൺ പോൾ ജോർജ്, അദ്ദേഹത്തിൻ്റെ വേറൊരു ഗംഭീര സിനിമ ഉണ്ടായിരുന്നല്ലോ, ഗപ്പി. പിന്നെ അദ്ദേഹം തന്നെയാണ് മ്യൂസിക്. നമ്മുടെ ബാലേന്ദ്ര മേനോൻ സാറിനെയൊക്കെ പോലുള്ളൊരു ഓൾ റൗണ്ടർ പെർഫോമൻസ് ഉള്ളൊരു കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ 100% കോൺഫിഡൻസോടുകൂടിയാണ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. കാരണം ആ സിനിമയുടെ ഇനിഷ്യലി തുടങ്ങുന്നതൊക്കെ ഭയങ്കര ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രാമാന്തരീക്ഷം, ഒരു കാടിനടുത്തുള്ളൊരു വനമേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് സിനിമ തുടങ്ങുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്, നന്നായിട്ട് എടുത്തു വെച്ചിട്ടുമുണ്ട്. അപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഈ സിനിമയ്ക്കകത്തുള്ള സിനിമ പറഞ്ഞാൽ എല്ലാം സ്പോയിലറായി പോവും. പക്ഷേ എങ്കിലും ഈ സിനിമയ്ക്കകത്തൊരു സിനിമയുണ്ട്. പക്ഷേ ആ സിനിമയെ പോലും ആദ്യം കാണിച്ച പശ്ചാത്തലത്തിനെയാണ് ഒരു VFX ഇട്ട്, അതായത് ഇന്നത്തെ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര സിനിമ ഉണ്ടാക്കാൻ പോലും ശരിക്കും ഒരു വലിയ ഹാള് മതി എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സെറ്റൊക്കെ ഇട്ട് VFX, അതായത് ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ച് VFXും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാഫിക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിനിമ നമുക്ക് അത്രയും, അതിൽ പിന്നെ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സിനിമയുടെ ക്വാളിറ്റി കൂട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ അതും ഈ സിനിമയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതൽ സിനിമയുടെ തുടക്കത്തിലെ സീനിൽ തന്നെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ജോമോൻ ജ്യോതിർ ഒരു VFX ആർട്ടിസ്റ്റായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്കിൽസ് എല്ലാം ഇങ്ങനെ കാണിച്ചു വന്നാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ സിനിമയ്ക്കകത്ത് ഒരു ഇൻട്രോ ഇട്ട് വെച്ചിട്ട് അവസാനം സിനിമയിൽ കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു സംഭവമാണ്. അതായത് സിനിമ തുടങ്ങി പിന്നെ അതിന്ന് ഒരു ജോൺറ ഷിഫ്റ്റ് പോലെ സിനിമയ്ക്കകത്ത സിനിമ വന്ന് പിന്നെ അവിടെ കുറേ കോമഡി, അങ്ങനെ ഒരു വേറൊരു ലെവലിലോട്ട് വേറൊരു ജോൺറയിലാണ് പിന്നെ സിനിമ അങ്ങോട്ട് പോണത്. പിന്നെ അതിനിടയിൽ തന്നെ കുറച്ച് ഹൊറർ, അതും വേറൊരു സിനിമയുടെ ഒരു സംഭവമാണ്. എങ്കിലും സിനിമയുടെ ആ ഒരു ടൈലൻ്റ് പോർഷൻ വരുമ്പോഴത്തേക്ക് സിനിമയുടെ ആദ്യം കാണിച്ച കുറേ സംഭവങ്ങളിലുമായിട്ടൊക്കെ അതങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് വളരെ സ്ലോ പേസിലാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ജോൺറ ഷിഫ്റ്റ് വന്ന് സിനിമയ്ക്കകത്ത സിനിമ എന്നുള്ളൊരു സംഭവമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഒത്തിരി സിനിമ അങ്ങോട്ട് പീക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് സ്പീഡ് കൂടുന്നത്, ഒരു ടെമ്പോ കൂടുന്നത്. എങ്കിലും ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ സൈലൻസും ഈ ജോമോൻ ജ്യോതിറിൻ്റെ ഫ്ലാഷ് ബാക്ക്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫൈനലിയാണ് കൊണ്ടുവന്ന് അൺവെയിൽ ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ കുറേ ചോദ്യങ്ങളിട്ട് വെച്ച്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എന്തോ സിനിമ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നിടത്തുള്ള കാര്യങ്ങളല്ല, അങ്ങനെ ഒളിപ്പിച്ച കാര്യങ്ങളെല്ലാം സിനിമയുടെ എൻഡിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് അൺവെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അതൊരു ഗംഭീര ഫീലായിരുന്നു. പിന്നെ കഥകളി നടന്മാർക്കൊക്കെ ഒരു ഭയങ്കര അവരെ പ്രശംസിച്ചുകൊണ്ടുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ തിരക്കഥയൊക്കെ. അവരെ പ്രശംസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു കഥകളി നടനിലൂടെയാണ് ഈ സിനിമയുടെ കംപ്ലീറ്റ് ത്രെഡ് വരുന്നത്. അവിടെയാണ് ഇന്ദ്രൻസിൻ്റെ അഭിനയം. ഇവർ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയ ജോമോൻ ജ്യോതിറിൻ്റെ അഭിനയമാണ്. കാരണം ആ ക്യാരക്ടർ അദ്ദേഹത്തിന് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ എവിടെയൊക്കെ കുറച്ച് ഓവറാകുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇന്ദ്രൻസ് ഒരു ഗംഭീര നടനാണ്, ഞാൻ അദ്ദേഹത്തെ കുറച്ച് പറയല്ല. പക്ഷേ എങ്കിലും എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പണ്ടത്തെ കാലത്തെ കോമഡി അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് അത്രത്തോളം ആ ഒരു ക്യാരക്ടർ കൺസിസ്റ്റൻസി എവിടെയൊക്കെ ലൂസ് ചെയ്യുന്ന എനിക്ക് തോന്നി. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റേഞ്ച് വേറെ ലെവലിലായിരുന്നു ഈ മൂവിക്കകത്ത്. പിന്നെ ഈ ഒരു
സിനിമയ്ക്കകത്ത സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. ഓവറോൾ ഒരു ഗംഭീര തിയേറ്റർ അനുഭവം തന്നെയാണ് എനിക്ക് സിനിമ സമ്മാനിച്ചത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ട വിമൽ ജോസ് തച്ചിൽ, സിനിമാറ്റോഗ്രാഫർ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജി ഷാൻഡോ ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് എഫക്ട്സ് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ VFX ഗംഭീരമാണ്. VFX വലിയ ടീമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ പേര് കൊടുത്തിട്ടില്ലല്ലോ. MR രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നത് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിന് ചില പർട്ടിക്കുലർ ഏരിയസിൽ മാത്രമാണോ അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് അറിയത്തില്ല. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശരത് ബിഗ്ജീസ്, നവീൻ നന്ദകുമാർ, ഇവർ രണ്ടുപേരെ പേരേ ഉള്ളൂ. പക്ഷേ ശരിക്കും MR രാധാകൃഷ്ണൻ സാറിൻ്റെ പേര് ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തോ പരിപാടി ഇതിനകത്തുണ്ട്. എന്തോ പരിപാടിയല്ല, ഇതിൻ്റെ ഫൈനൽ ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സൗണ്ട് എഫക്ട്സിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് മാജിക്ക് നമുക്ക് കേൾക്കാൻ, തിയേറ്ററിൽ കുറേ കേൾക്കാനുണ്ടായിരുന്നു. സോ അപ്പോൾ എനിക്ക് മൂവി ഒത്തിരി വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. കാരണം ഇതൊക്കെ ഒരു റെയർ പീസാണ്. ഇത് സിനിമ അങ്ങനെ ഭയങ്കര ഒരു സംഭവമാണെന്ന് ഞാൻ പറയല്ല, പക്ഷേ എങ്കിലും ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ഈ സിനിമയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ സ്പെഷ്യലാണ്. പിന്നെ ജോമോൻ ജ്യോതിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഹാർഡ് കോർ ഫാനാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഞാനൊരു ഹാർഡ് കോർ ഫാനാണ്. ഇനി ഇതിൽ നിന്നും ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ. പിന്നെ ഇന്ദ്രൻ സാറിനെ കുറിച്ച് പറയേണ്ടതില്ല, അദ്ദേഹം ഒരു ഗംഭീര ആക്ടർ തന്നെയാണ്, പ്രൂവൺ ആക്ടർ തന്നെയാണ്. എങ്കിലും ജോമോൻ ജ്യോതിനെ പോലുള്ള ആക്ടേഴ്സിന് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. അപ്പോൾ കാരണം അദ്ദേഹത്തിന് ഈ ഗോഡ് ഫാദറും പരിപാടിയൊന്നും ഇല്ലാത്തൊരു ആക്ടറാണ്. സ്വന്തം കഴിവുകൊണ്ട്, മറ്റേ നിവിൻ പോളി സിനിമയിൽ പറഞ്ഞ കണക്ക് സ്വന്തം കഴിവുകൊണ്ട് വഴിവെട്ടി വന്നവനാണെന്ന് പറയാവുന്ന ഒരു ആക്ടറാണ്. എനിക്ക് അങ്ങനെയുള്ള ആക്ടേഴ്സിനോട് ഒരു ഭയങ്കര മമതയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.